ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാവയ്ക്കയുടെ റെസിപ്പിയാണ്. ഇതിന് വളരെ കയ്പുള്ള ഒരു വസ്തുവാണല്ലോ പാവയ്ക്ക. അന്നേരം അതിന് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് തോരൻ പോലെ ഉണ്ടാക്കി ആ കയ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ് പാവയ്ക്ക തോരൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി ഒരു പാവയ്ക്ക തോരനാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 2 വലിയ പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയുടെയൊക്കെയുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത പാവയ്ക്കയാണിത്. അങ്ങനെ ആ പാവയ്ക്ക നമ്മൾ 4-5 മുറിച്ചിട്ട് വീണ്ടും പൊടിയായിട്ട് ഈ ഒരു പരുവത്തിൽ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തീരെ നൈസായിട്ട് അരിയാവുന്നതിൻ്റെ പരമാവധി നൈസായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ. അതിനുശേഷം ഇവിടെ ഒരു 2 സവോള, ചെറിയുള്ളി എടുത്താൽ ഒന്നുകൂടെ സ്വാദാണ്. ഞാനിവിടെ സവോളയാണ് എടുക്കുന്നത്. 2 സവോള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു മുറി, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് നന്നായിട്ട് തിരുമ്മി എടുക്കേണ്ടതുണ്ട്. ഈ തേങ്ങയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി എടുക്കണം. അതിനു വേണ്ടി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിരുമ്മി എടുക്കുക. ഉപ്പ് കറക്റ്റിന് ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുക. ഈ പാവയ്ക്ക് അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്തേക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം. തേങ്ങ കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പം ഞാനെല്ലാം നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇപ്പോൾ നമുക്ക് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക, തേങ്ങയും പച്ചമുളകും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക ഇതിലേക്ക് കുറേശ്ശെ കോരിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ പാവയ്ക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഫ്ലെയിം തീരെ സിമ്മിലിട്ടിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെച്ച് കൊടുക്കുക. ഒരടപ്പ് വെച്ച് മൂടി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഒട്ടും തന്നെ വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഈ 5 മിനിറ്റ് ഇരുന്ന് ഇത് ആവിക്ക് വെന്ത് വരണം. 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ 5 മിനിറ്റിനിടയിൽ ഞാൻ 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ചെയ്യുന്നതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പാവയ്ക്കയൊക്കെ ആയതുകൊണ്ട് വളരെ വേവ് കുറഞ്ഞൊരു പച്ചക്കറി ആയതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. പാവയ്ക്ക ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇച്ചിരി മുന്നിലിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ ആ കയ്പ്പ് ടേസ്റ്റ് തോന്നും. അതുകൊണ്ട് സ്വല്പം ഉപ്പ് മുന്നിട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്.
അപ്പോൾ ഇവിടെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഇതിൻ്റെ ആവിയിൽ തന്നെ കുറച്ചുകൂടെ ഒന്നുകൂടെ ചൂടിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഇപ്പം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക തോരൻ റെഡിയായിരിക്കുകയാണ്. ഇത് നമ്മൾ ഉള്ളിയും പച്ചമുളകും പാവയ്ക്കയും ഉപ്പും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാവയ്ക്കയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും കമൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരുടെയും കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്.